ഗായ്സ്, അപ്പം ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. ഒട്ടും തന്നെ ഒരു ജീവനില്ലാത്ത ഒരു സിനിമ പോലെയാണ് എനിക്ക് തോന്നിയത്. ഒട്ടും തന്നെ ഒരു പ്രോപ്പർ സ്ക്രീൻ പ്ലേ. ഇതിൻ്റെ ഡയലോഗാണെങ്കിൽ വെറുപ്പി ഡയലോഗ്. ഒരു വയ്യ കാണാനായിട്ട്. ഇത് മോഹൻലാലിന് അഡാപ്റ്റായി പറ്റിയ ഒരു ക്യാരക്ടർ അല്ല. മാളവിക മോഹൻലാൽ ഒരു പക്ക ഒരു കോംബോ അല്ല. ഒരു സുഖമില്ലാത്തൊരു കോമ്പാണ്. ഒരുമാതിരി ഒരു ലവ് ട്രാക്കൊക്കെ പിടിച്ച് പോകുന്നുണ്ട്. ഒട്ടും ചേർച്ചില്ലാത്തൊരു സ്റ്റോറിയാണ്. ഇത് വേറെ ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ പിന്നെയും മെച്ചം ആയിരുന്നു എനിക്ക് തോന്നി. പക്ഷേ ലാലേട്ടന് ഇത് പറ്റിയ ഒരു റോളല്ല ഈ പരിപാടി. സമയം കഴിഞ്ഞു. ഒന്ന് മാറ്റി പിടിക്കേണ്ടതാണ്. പുള്ളിക്കാരൻ മാറ്റി പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വീണ്ടും എന്തിനാ ഇത് ചെയ്തു തരണം? ഇതിൻ്റെ ഡയറക്ടർ സത്യനന്ദിക്കാട് ഒന്നൊന്നര കൾട്ട് ഡയറക്ടറാണ്. പുള്ളിക്ക് ഇത് എന്ത് പറ്റിയെന്ന് സത്യം പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. പുള്ളിയിരുന്ന് ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിന് മുന്നേ ഫഹദ് ഫാസിലിൻ്റെ പടമൊക്കെ അടിപൊളി സാധനം വരും. അതൊക്കെ നമുക്ക് ഇമോഷണലി വർക്കാവും. ഇതൊരു ഇമോഷണലി ഒരു സുഖമില്ല. ഈ കേണൽ എന്ന് പറയുന്ന ആള് ആരാണ്? ഇതിൻ്റെ സ്റ്റോറിയൊക്കെ സിമ്പിൾ സ്റ്റോറിയാണ്. ഇതിൻ്റെ സ്റ്റോറി എഴുതിയ ആളുടെ പേര് സോനു സംതിങ്. പോരാ, സ്റ്റോറിയൊക്കെ സിമ്പിൾ സ്റ്റോറിയാണ്. പക്ഷെ അത് എടുത്ത് ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. വെറുതെ ആയിപ്പോയി സത്യം പറഞ്ഞാൽ. അതിലുപരി ഇതിൻ്റെ മ്യൂസിക് എടുത്തു പറയണം. ജസ്റ്റിൻ പ്രഭാകരൻ, അയ്യോ വേസ്റ്റ് മ്യൂസിക്. വേസ്റ്റ് മ്യൂസിക്. അതിലൊരു പാട്ട് സിദ്ധാമിനെ കൊണ്ട് പാടിയിട്ടുണ്ട്. അതിൽ സിദ്ധാമു പുള്ളിയുടെ സൗണ്ട് ആയതുകൊണ്ട് ഓക്കെ കൊള്ളാം. പക്ഷെ ആ പാട്ടിന് ഒട്ടും തന്നെ ജീവനില്ല. അതിലൊരു മൂന്നാല് പാട്ട് വരുമ്പോൾ തന്നെ തലേ കൈവയ്ക്കും. അത്ര മോശമായിട്ടുള്ള സോങ്സ് ആണ്. ഒട്ടും തന്നെ ഈ സിനിമയായിട്ട് അഡാപ്റ്റ് ആവാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കുറച്ച് 2-3 ക്യാമിയോസ് ഉണ്ട്. കാര്യമൊന്നുമില്ല. അവസാനത്തെ ഒരു ക്യാമിയോ, അത് ഒരു കാര്യമില്ല. വെറുതെ എന്തൊക്കെയോ ആൾക്കാർ വന്നിട്ട് പോകുന്നു, സിനിമ നടക്കുന്നു. ആകപ്പാടെ മെച്ചം എന്ന് പറയാൻ സംഗീതത്തിൻ്റെ കുറച്ച് കോമഡി അവിടെ കൗണ്ടറുണ്ട്. അത് മാത്രം കൊള്ളാം. മാളവിക ഇതിനൊരു പുള്ളിക്കാരിക്ക് ഈ ക്യാരക്ടർ അഡാപ്റ്റ് ആവുന്നുണ്ട്. പക്ഷേ ഒരു എതിർഭാഗത്ത് ലാലേട്ടനും ഇവർ തമ്മിലുള്ള കോംബോ ഒരു സുഖമില്ല. ഭയങ്കര വേസ്റ്റ്. മോഹൻലാലിനൊക്കെ വെച്ച് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിപ്പോയി. പണം തന്നെ പോയി അത്രയ്ക്ക് വിഷമമായി സത്യം പറഞ്ഞാൽ. എനിക്ക് ദേഷ്യമല്ല, ഭയങ്കര വിഷമമാണ്. എന്തിനാണ് ലാലേട്ടനെ വെച്ച് ഇങ്ങനെ ചെയ്തത്? പുള്ളിക്കാരനെ അറിയാം ലാലേട്ടൻ്റെ വർക്കൗട്ട്, ലാലേട്ടനെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്ന് പുള്ളിക്കാരൻ അറിയാം. പക്ഷേ എന്തിന് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അഭിനയം വെച്ച് യൂസ് ചെയ്തു. ലാലേട്ടൻ്റെ പെർഫോമൻസ് മോശമൊന്നല്ല, പെർഫോമൻസ് കൊള്ളാം. പക്ഷേ ഇതിന് പറ്റിയൊരു ആപ്റ്റായ ഒരു ക്യാരക്ടർ അല്ല ലാലേട്ടൻ സത്യം പറഞ്ഞാൽ. ഈ ഒരു ക്യാരക്ടർ എനിക്ക് ഒട്ടും തോന്നിയില്ല. അത് വെറുതെ ആയിപ്പോയി. തിയേറ്ററിൽ ഒരു 3 മണിക്കൂർ വെറുതെ ഇരുന്ന പോലെ ആയിപ്പോയി. ആക്ഷൻ സീക്വൻസ് ഒക്കെ വെറും ബോറ്. പിന്നെ പഴയ കൾട്ട് ആക്ട്രസ് നമ്മുടെ സംഗീതയൊക്കെ ഉണ്ട്. സംഗീതമായിട്ടൊക്കെയാണ് കോമ്പോങ്കിൽ പിന്നെയും നമുക്ക് സഹിക്കാം. മുമ്പ് ബാലയ്യ ചെയ്ത പരിപാടി പോലെയാണ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ. പറ്റുന്നില്ല. പക്ഷെ എന്തോ അത്രയ്ക്കൊന്നും പോയിട്ടില്ല. പക്ഷെ എങ്കിലും ഒരു സുഖക്കുറവടെ. ആ ഒരു ലവ് സ്റ്റോറി ഒന്നും വർക്കൗട്ടായി എനിക്ക് തോന്നിയില്ല. വെറുതെ വെരി വേസ്റ്റ്. ഞാൻ സത്യനന്ദിക്കാടിനെ പറ്റി ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പുള്ളിക്ക് എന്തുമാത്രം പടങ്ങൾ എടുത്ത ആളാണെന്ന് അറിയുമോ? ആ ആളെ വെച്ച് നല്ലോണം യൂസ് ചെയ്ത് നല്ലൊരു സിനിമ. ആ രസതന്ത്രമൊക്കെ ഒരിക്കലും മനസ്സിൽ നിന്ന് പോകാത്ത ഒരു സിനിമയാണ്. എപ്പോൾ TV വന്നാലും അത് നമ്മൾ ആ സീൻ വന്നാലും കണ്ടുപോകും. അത്രയ്ക്കും ഒരു ജീവനുള്ള ഒരു സിനിമയാണ് സത്യം പറഞ്ഞ ആ സിനിമ. പിന്നെ ഇതിൽ ആപ്പടെ കൊള്ളാൻ ടൈറ്റിൽ കാർഡ് ഭയങ്കര രസമാണ് സത്യം പറഞ്ഞാൽ. നല്ലൊരു ടൈറ്റിൽ കാർഡായിരുന്നു. അത് മാത്രമേ പടത്തിൽ സത്യം പറഞ്ഞാൽ കൊള്ളൂ. വേറെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ആൻ്റണി പെരുമ്പാവൂർ വന്നിട്ടുണ്ട് ഇതിനകത്ത് പ്രൊഡ്യൂസറായ. ഒരു കാര്യമില്ല. ഐ എം സോറി ടു സേ, വെരി ഡിസപ്പോയിൻറ്റിങ്. സത്യനന്ദിക്കാരൻ സത്യം ഇത് പ്രതീക്ഷിച്ചില്ല. പുള്ളിക്കാരനെ പറ്റും ഉറപ്പായിട്ട് 100% പുള്ളിക്കാരന് കിട്ടിലമായിട്ട് നല്ലൊരു പടം ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ചെയ്ത് കളഞ്ഞത്. സ്ക്രീൻ പ്ലേ ഒക്കെ വേസ്റ്റ് സ്ക്രീൻ പ്ലേ. അപ്പോൾ ഡയലോഗ് എഴുതിയ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേസ്റ്റ് ഡയലോഗ്. അയ്യോ, ഇമാതിരി തല്ലിപ്പൊളി ഡയലോഗ്. വെറുപ്പിൽ നമുക്കറിയാം. അയ്യോ എന്തിന് പറയണമെന്ന് അങ്ങനെ നമുക്ക് തോന്നിപ്പോകും. അത്ര വെറുപ്പിൽ ഡയലോഗായിരുന്നു. ഒരു പ്ലസ് പോയിന്റിലും എനിക്ക് പടത്തിൽ തോന്നിയില്ല. ഒന്നും തോന്നിയില്ല. പാട്ടുകളൊക്കെ മോശം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിന്നെ പറയണ്ട. പ്ലിങ് 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 എന്ന് എന്തൊക്കെ വീണയൊക്കെ വെച്ച് എന്തൊക്കെ കോമഡി വായിക്കുന്നുണ്ട്. ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. നമുക്ക് ഇത് ഈ സീൻ കണ്ട് അലമ്പായെന്ന് ഓർത്തുള്ള കോമഡി നമുക്ക് വരും. അല്ലാതെ ഈ സീരിയസ് ആയിട്ടുള്ള ഒന്നും ആ പടം സംഗീതം മാത്രം ഉണ്ട് ഇച്ചിരി അവിടെ കൗണ്ട് അടിച്ചിരിക്കുക. വേറെ ഒന്നും ഈ പടത്തിലില്ല.
അതുപോലെ തന്നെ പിന്നെ സിദ്ദിഖിൻ്റെ റോൾ അടിപൊളിയായി സിദ്ദിഖ് ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് എപ്പോഴും അങ്ങേര് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അങ്ങേരെ പരിപാടി അങ്ങേര് വ്യക്തമായിട്ട് ചെയ്തിട്ടങ്ങ് പോകും. അങ്ങേരെ കോമഡി സത്യം പറഞ്ഞാൽ അവിടെ ഇവിടെ കുറച്ചല്ല അങ്ങനെ കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. അങ്ങേരെ എക്സ്പ്രഷനും ആ നടത്തവും അങ്ങേരെ ആ ഒരു ക്യാരക്ടറിലേക്ക് ഇറങ്ങി ചെല്ലും ഡീപ്പായിട്ട്. എന്തൊരു റോളായാലും അയാൾ പുട്ടുപോലും ചെയ്യും. അയാളുടെ റോൾ അയാൾ വ്യക്തമായിട്ട് മാന്യമായിട്ട് ചെയ്തിട്ട് പുള്ളിക്കാരൻ പോയി. അതിലുപരി വേറെ ഒന്നും പടത്തിലില്ല. ഒരു ജീവനുള്ള ഒരു സംഭവം ഒരു ജീവൻ വന്നിട്ടില്ലേ സിനിമയ്ക്ക്. റിയലി സോറി ടു സേ. വേറെ ഒന്നും പറയില്ല. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.